ബാക്കിൽ മൊത്തം കൊരക്കന്മാരാണല്ലോ. എടാ ഇവന്മാരെന്നെ കടിക്കാൻ വരികയാണെന്നാ തോന്നണത്. ഓടറാ ചോപ്പേ. അയ്യോ എത്ര കാലം കൊരങ്ങന്മാരാണ്. ഓടിക്കോടാ ചോപ്പേ. എടാ ചോപ്പേ ഓടടാ. എന്താടാ ഇത് 100 കൂട്ടം കൊരങ്ങന്മാരുണ്ടല്ലോ. ഇവന്മാര് എന്നെ കടിച്ചു കൊല്ലും. ഫ്രാങ്ക്ലിന്റെ അടുത്ത് പോയി വേഗം ഇത് പറയട്ടെ. അയ്യോ എത്രങ്ങാനുമാടാ ഇത്. എന്റെ പിറകെ കൊറേ കൊരങ്ങന്മാരുണ്ടല്ലോ. ഫ്രാങ്കിലടാ ഞാൻ പറയണ കേക്ക്. എന്താടാ ചോപ്പേ കടന്ന് മോങ്ങണേ? എന്താടാ നീ രാവിലെ തന്നെ എവിടേക്കും നടക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞ് പോയതാണല്ലേ. എന്തിനാടാ പോയത്? എടാ ഞങ്ങളൊക്കെ നോക്കടാ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ ചാടി കുളിച്ചോണ്ടിരിക്കാണ്. എടാ നീ ഉണ്ടടാ നമുക്ക് ഇവിടെ ചാടി കുളിക്കടാ. അടിപൊളിയാണിപ്പോ. എടാ വെള്ളത്തിന് നല്ല തണുപ്പ് കൂടിയിട്ടുണ്ടടാ ചോപ്പേ. അടിപൊളിയാടാ. ഫ്രാങ്കിലണ്ണ നിങ്ങളിപ്പോ ഇവിടെ കുളിച്ചു വരുന്നോ? മേലെ കൊറേ കൊരങ്ങന്മാര് വന്നിട്ടുണ്ട് ഫ്രാങ്കിലണ്ണ. ഒന്ന് നോക്ക് ഫ്രാങ്കിലണ്ണ. ഒന്ന് പോടാ ചോപ്പേ. നിന്നെയും കാളില് വലിയ കൊരങ്ങനോ? ഒന്ന് പോടാ അവിടുന്ന്. ഞാനേതായാലും വെള്ളത്തിലേക്ക് ചാടട്ടെ. എടാ ഷിൻചാനെ നോക്കി നിൽക്കാതെ ചാടറാ വെള്ളത്തിലോട്ട്. ഓ മൈ ഗോഡ് എന്ത് രസാടാ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ നീന്താനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ നീന്താനായിട്ട്. അതുകൊണ്ടല്ലാണ് ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ഒരു വീട് തന്നെ വാങ്ങിയത്. എന്താ രസം. ഫ്രാങ്കിലാണ് ഈ ചോപ്പ് എന്തൊക്കെയാ കൊരങ്ങന്മാരുണ്ടെന്നൊക്കെ പറയണേ. എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. അതെന്നാടാ ഷിൻചാനെ ഞാൻ പറയണത്. ഈ ചോപ്പ് എന്തൊക്കെയാണ് മണ്ടത്തരം വിളിച്ച് പറയണത്? ഫ്രാങ്കിലാണ് ആ ചോപ്പ് പറയണ എന്താ അറിയോ? നമ്മളെ വീട്ടിന്റെ മേലെ മൊത്തം കൊരങ്ങന്മാരാണ്. അങ്ങോട്ട് ചെന്ന് നോക്കാന്. എന്താടാ ഷിൻചാനെ വീട്ടിന്റെ മേലെ മൊത്തം കൊരങ്ങന്മാരോ? എന്നാ അതൊന്ന് നോക്കണല്ലോ. എനിക്ക് എന്തായാലും നമുക്ക് കേറി നോക്കട്ടെ. എടാ ചോപ്പേ വാടാ ഒപ്പം പോയി നോക്കാം. മേലെ നീ കൊരങ്ങന്മാരുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? കാണിച്ചാടാ ധൈര്യം ഉണ്ടെങ്കിൽ. ഫ്രാങ്കിലാണ് ഞാനില്ല. ഈ ഷിൻചാനെ കൊണ്ട് പോയിക്കോയി. ഈ മേലെ തന്നെ ഉണ്ട്. നമ്മളെ വീട്ടിന്റെ മേലെ തന്നെ ഉണ്ട്. വാടാ ഷിൻചാനെ. ഈ കൊരങ്ങന്മാര് വരണ് അത്ര സില്ലി ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അത് കുറച്ച് ഡേഞ്ചറസ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ എടാ കൊരങ്ങന്മാര് വന്നിട്ട് മാന്തി പോവാൻ സാധ്യത ഉണ്ടടാ. കൊരങ്ങന്മാരെന്ന് പറയുന്നത് സാധാ പോലെ ഒന്നും അല്ല. നല്ല ഡേഞ്ചർ ആണ്. എന്തായാലും നമ്മുടെ ചോപ്പ് വരണ പോലെ ഒരു തേങ്ങ ഇവിടെ ഉണ്ടാവൂല. ഓബേ എന്താടാ ഞാൻ കാണുന്നത്? ഒരു കൂട്ടം കൊരങ്ങല്ലടാ ഷിൻചാനെ. എന്തായാലും ഇവിടെ ഒളിച്ചു നിൽക്ക്. ഓ മൈ ഗോഡ് എന്താടാ ഞാനത് കണ്ടത്? എന്റെ മോനെ കൊരങ്ങിന്റെ ഒരു കൂട്ടം തന്നെ ഉണ്ടല്ലോ. ഒരു ബ്ലാക്ക് ടൈപ്പ് കൊരങ്ങന്മാരുണ്ട്. എടാ പക്ഷെ ഇത് കൊരങ്ങല്ലടാ. ഇതിന്റെ പേരാണ് ചിമ്പ് എന്നാണ് ഇതിന്റെ പേര്. ഇത് കൊരങ്ങന്റെ ഇനത്തിൽ പെട്ടതല്ല. ഇത് ചെറുതായിട്ടൊരു മനുഷ്യന്റെ പോലത്തെ നടത്തൊക്കെ ഉണ്ട് ഇതിന്. എടാ ഇത് ചിമ്പാണടാ. ഈ കാണുന്ന ചിമ്പ് എന്നാണ് പണ്ട് ആൾക്കാർ മനുഷ്യരിലേക്ക് ട്രാൻസ്ഫോം ആയതെന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും എന്താ നമുക്കറിയില്ല. പക്ഷെ എന്താടാ ലോസ് ആൻഡോസിൽ ഇത്രയും ചിമ്പ്? എടാ ലോസ് ആൻഡോസിലൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കണ ഈ ചിമ്പ് എവിടുന്നാടാ വന്നത്? പൊയ്ക്ക ഫ്രാങ്കിലാണ്. ചിമ്പൂല്ല ഒരു തയ്യോ. ഈ എന്താ ഫ്രാങ്കിലാണ് ഇത് കൊറേ ഉണ്ടല്ലോ. എന്റെ മോനെ ഏതായാലും ഇവിടെ ഒളിച്ചു നിക്കട്ടെടാ ഷിൻചാനെ. എടാ എന്നെയും കാട് ഇവര് കാണാൻ പാടില്ല. അതിനടാ ഷിൻചാൻ അവിടെ ഒളിച്ചു നിന്നോ. അല്ലാതെ നടക്കൂലടാ. ഈ ചിമ്പന്തിനാണ് നമ്മുടെ വീട്ടിന്റെ അടുത്ത് എത്തിയത്. ഫ്രാങ്കിലാണ് ടെറസിന്റെ മേലെ കയറി. എന്നാതാകുമ്പോ എല്ലാം കാണാലോ. ആടാടാടാ ടെറസിന്റെ മേലെ കയറാം. ഷിൻചാനെ വാടാ നമുക്ക് ഏതായാലും ടെറസിന്റെ മേലെ കയറിയിട്ട് അവിടുന്ന് എങ്ങനെയാണ് നോക്കാം. അതായത് ഈ ചിമ്പ് എത്രത്തോളം ഉണ്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ടെറസിന്റെ മേലെ കയറിയാലേ പറ്റൂ. എടാ ചോപ്പ് ഈ ചോപ്പ് എവിടൊക്കെ പോയിട്ടാണ് ഓരോ വള്ളികൾ പിടിച്ചു കൊണ്ടുവരുന്നത്. ഫൈനലി അപ്പൊ നമ്മളേതായാലും മേലെ കയറിയിട്ടുണ്ട്. ഇനി ആ ചിമ്പിനെ ആരെയിലൊക്കെ ഇവിടെ കാണുന്നുണ്ടോ നോക്കാം. ഫ്രാങ്കിലെണ്ണ കൊറേ ഉണ്ടെന്നാ തോന്നണത്. അത് കണ്ടില്ല ഒരു കൂട്ടുണ്ട്. അടശിഞ്ചാൻ ഒരു കൂട്ടം തന്നെ ഉണ്ടടാ അവിടെ. ഏതായാലും നോക്കട്ടെ. എടാ ഞാനാ കാണുന്നത്. എടശിഞ്ചാൻ അതിന്റെ അടുത്തേക്ക് അങ്ങനെ പോണ്ടടാ. ഇത് മേലേക്ക് വലിഞ്ഞ് കേറി വരാൻ വരെ സാധ്യത ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ വേണമെങ്കിൽ ടെറസിന്റെ മേലേക്കും കേറി വരുവേ. എടാ എന്താടാ ഞാനാ ഇവിടെ ഒരു ചിമ്പാക്കണ് കിടക്കണ്. പിന്നെ അതിന്റെ ചെറിയൊരു കൊരങ്ങൻ അത് അവിടെ കിടന്ന് ഡാൻസ് കളിക്കണ പോലെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. എടാ ഇവന്മാരെന്തിനാണ് അവിടെ കയറി കറങ്ങി നടക്കണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. അപ്പൊ ഈ കാണുന്ന ചിമ്പൊക്കെ നമ്മുടെ ലോസ് ആൻഡോസിന് പോകാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ എല്ലാവരും എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളുടെ ലൈക്ക് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്തേക്ക്. എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് എന്നാൽ എന്തായാലും നമ്മുടെ ചിമ്പ് ഈ ലോസ് ആൻഡോസിന് പോകണായിരിക്കും. എല്ലാവരും ലൈക്ക് അടിക്കുന്നത്. അതന്നെ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് ഈ ചിമ്പിനെ ഇവിടെ നിന്ന് ഒഴിവാക്കി എല്ലാവരും ലൈക്ക് അടിക്കുക. അതന്നെടാ എല്ലാവരും ലൈക്ക് അടിച്ചേക്ക്. അപ്പൊ ഏതായാലും നമുക്ക് നമ്മുടെ ചോപ്പിന്റെ അടുത്ത് പോയിട്ട് ഇവൻ എവിടെ നിന്നാണ് കണ്ടെന്ന് ചോദിച്ചു പോകാം. എടാ ഇനി താഴത്തേക്ക് ഇറങ്ങണല്ലോ. അതാ ചോപ്പ് അവിടെ നിൽക്കുന്നുണ്ട്. ഇനി താഴത്തേക്ക് ഇറങ്ങുമ്പോ ഏതായാലും വെള്ളത്തിലേക്ക് ചാടാ. അയ്യോ എന്റെ മോനെ അവിടെ ചെറുതായിട്ടൊന്ന് ഇടിച്ച്. ഷിൻചാനെ നീ സാധാ പോലെ ഇറങ്ങി എന്നാ മതിടാ. ഇനി നീ കൂടെ ഒന്ന് ചാടാൻ നിൽക്കണ്ട. പിന്നെ ഈ വീഡിയോ കാണാൻ നമ്മുടെ വണ്ടിന്റെ നമ്പർ പ്ലേറ്റുകളാണ് അമൽ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഏതായാലും എല്ലാവരും നിങ്ങളുടെ പേര് ഇപ്പൊ തന്നെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് വെച്ചേക്ക്. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ പേരായിരിക്കും നമ്മുടെ വണ്ടിന്റെ നമ്പർ പ്ലേറ്റിൽ ഉണ്ടാവുക. എല്ലാവരും എന്ത് നോക്കിക്ക ഇപ്പൊ തന്നെ നിങ്ങളുടെ പേര് കമന്റ് ചെയ്ത് വെച്ചേക്ക്. ഫ്രാങ്കിലാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഞാൻ വെറുതെ പറഞ്ഞല്ലാന്ന്. അവിടെ ചോപ്പ എനിക്കിപ്പോ മനസ്സിലായടാ നീ വെറുതെ പറഞ്ഞല്ല. ഞാൻ വിചാരിച്ചു നീ എന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പറയായിരിക്കുന്നു. ഏതായാലും ഞാൻ പോയി എന്റെ കുപ്പായം ഒന്ന് ഇടട്ടെ. ഇല്ലെങ്കിൽ അഥവാ ഏതെങ്കിലും ഒരു കുരങ്ങൻ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ മോനെ ഇവന്മാര് മാന്തു. അതാണ് പ്രശ്നം. എല്ലാരും കുപ്പായിട്ടോ. പറ്റണത്ര കുപ്പായങ്ങളോ വെസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഇട്ടോ ഷിൻചാനെ. ഫ്രാങ്കിലെണ്ണ എന്റെ അടുത്ത് ഈ കുപ്പായം തന്നെ ഉള്ളൂ നിങ്ങൾക്ക് അറിയില്ലേ. ആടാ അപ്പൊ ഞാനേതായാലും കുപ്പായങ്ങളൊക്കെ ഒന്ന് മാറ്റട്ടെ. അപ്പൊ ഞാനേതായാലും നമ്മുടെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. ഈ കാണുന്ന ഹുഡിയാണ് ഞാൻ ഇട്ടത്. അതാകുമ്പോ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് അവന്മാർക്ക് മാന്താൻ പോലും കഴിയൂല. അവിടെ ചോപ്പ ഷിൻചാൻ എനിക്ക് പേടി എന്താ പറയാ. ഏതെങ്കിലും ഒരു ചിമ്പ് ഒരു വാതിലുമായി നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ കയറിയാലോ. അതായത് ഈ കൊരങ്ങന്മാര് വീട്ടിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മോനെ സീനാണ്.
अगर आप भी अपनी स्किन को बेहतर होता देखना चाहते हैं तो आज ही क्योर ऐप डाउनलोड करें। Coming this June. Tuk Tuk Zombie. Later. ഫ്രാങ്കിലണ്ണ നമ്മുടെ ബാക്കിൽ വേറെ ഏതോ ഒരു സാധനം വന്നിക്കണേ. ചോപ്പേ നിങ്ങൾ എന്തായാലും എന്റെ ബാക്കിലേക്ക് നിന്നോ. എടാ ഇവന്റെ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് ഇവൻ നമ്മളെന്തേലും ചെയ്യാൻ പോവാണെന്ന് അറിയില്ല. പക്ഷെ ഇവൻ അങ്ങനെ ആക്രമിക്കണ പോലെ ഒന്നും എനിക്ക് തോന്നണില്ലടാ. എടാ ഈ ചിമ്പെന്താടാ ഇവിടെ കടന്ന് കുരങ്ങന്മാരെ ഡാൻസ് കളിക്കാണല്ലോ. ഓ മൈ ഗോഡ്, എന്താടാ ഷിൻചാനെ ചെയ്യേണ്ടി? ഫ്രാങ്കലണ്ണ ഓടിക്കോ, ഫ്രാങ്കലണ്ണ ഇവിടുന്ന്. എടാ ഷിൻചാനെ ഓടല്ലടാ, ആദ്യമന്മാര് നമ്മളെന്തേലും ചെയ്യുമെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം ഓടണോ ഇല്ലേന്നൊക്കെ. A few moments later. അയ്യോ എടാ എന്താടാ ഇവിടെ സംഭവിച്ചത്? ഈ ഒരു കുരങ്ങ എന്റെ മേത്തേക്ക് ചാടിയിട്ട് അവൻ തന്നെ ആക്കണ നിലത്ത് കിടക്കണേ. എനിക്കറിയില്ലടാ എന്തൊക്കെയാ അവിടെ നടക്കണെന്ന്. എടാ ഈ കാണുന്ന കുരങ്ങന് അത്ര ശക്തിയൊന്നും ഇല്ല എന്നാ തോന്നണത്. എടാ അവൻ തന്നെ പെട്ടെന്ന് വീണടാ, അതായത് അവന് അതിനുള്ള സ്ട്രെങ്ത് ഇല്ല എന്നാ തോന്നണത്. പക്ഷെ അവിടെ കാണുന്ന ഒരു ബ്ലാക്ക് കളർ കുരങ്ങന്മാരുണ്ട്. എന്റെ മോനെ അവന്മാർക്ക് മസിൽ വരണ്ടടാ. അവന്മാരുടെ കയ്യിൽ നിന്നൊക്കെ ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ മോനെ തീർന്ന്. എടാ ഷിൻചാന ചോപ്പേ നമ്മളിപ്പോ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ പെട്ടെന്ന് മേലെ പോയിട്ട് അവിടെ എടാ നമുക്ക് ഇവിടെ എങ്ങനെയാലും ഒരു ഹൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പ് വേണം. ഓ മാൻ, എടാ ഇപ്പൊ അവിടെ ഉള്ള എല്ലാ കുരങ്ങന്മാരും എന്താടാ ഇങ്ങനെ നിക്കണത്? എടാ അസംബ്ലി പോലെ നിക്കണുണ്ടല്ലോ. അത് മാത്രല്ലടാ ഇതിന്റെ മേലെ വരെ കുരങ്ങന്മാര് കേറി. ഓ വെയിറ്റ്, എടാ ആകെ കുരങ്ങന്മാരായല്ലോ. ഫ്രാങ്കിലെണ്ണ അത് നോക്ക്, ടെറസിന്റെ മേലെ വരെ കേറി. വീട്ടിന്റെ ഉള്ളിൽ കേറില്ലെന്നാ ഉറപ്പ്. എടാ അതെനിക്ക് നല്ലൊരു പേടിയുണ്ട്. എടാ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ഇവന്മാര് കേറില്ലെന്നാ ഉറപ്പ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ താഴെ ഭാഗം അടക്കണം, എന്നാൽ തന്നെ ഏകദേശം നമുക്ക് സേഫ് ആയിട്ടിരിക്കാം. പിന്നെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ആ കാണുന്ന വാതിലും പൂട്ടണം, പിന്നെ താഴത്തുള്ള ആ രണ്ടരച്ച് പൂട്ടണം. എന്നാൽ തന്നെ നമുക്ക് സേഫ് ആയിട്ട് നമ്മുടെ വീട്ടിലിരിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കയ്യിൽ ഒരു ഡോർ ഉണ്ടടാ. അതായത് നമ്മൾ പണ്ട് വീട് പണി നടത്തിയ സമയത്ത് ഒരു ഡോർ നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു ഡോർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഓ മൈ ഗോഡ്, ഇതല്ലാതെ വേറൊരു മാർഗ്ഗം ഞാൻ കാണില്ല. ആ ഒരു ഡോർ ഏതായാലും ഞാൻ ഇവിടെ എവിടെയായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ എവിടെയായിരുന്നത്? അത് നമ്മൾ പണ്ട് ഓക്കെ ഇത് തന്നെ നമ്മൾ പണ്ട് കൺസ്ട്രക്ഷൻ ചെയ്തപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഒരു ഡോറാണിത്. ഇതേതായാലും കൈ പിടിച്ചിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി പെട്ടെന്ന് ഇത് മറക്കണം. ആ കുരങ്ങന്മാരൊന്നും ഇത് അറിയാൻ പോലും പാടില്ല. മൈ ഗോഡ്, ആ കുരങ്ങന്മാർ നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മോനെ സീനാണ്. എടാ അവന്മാർ നമ്മളെ കടിച്ച് തിന്നാൻ വരാൻ സാധ്യതയുണ്ട്. ഞാൻ എങ്ങനെയൊക്കെ ഡോർ കയ്യെ പിടിച്ചിട്ടുണ്ട്. ഇനി ഏതായാലും ഇത് മേലെ കൊണ്ടുപോയി വെക്കണം. എടാ ഷിൻചാനെ ഒപ്പം വാടാ. ഏതായാലും ഇതും വെച്ച് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എടാ എനിക്കൊരു കാര്യം മനസ്സിലാടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുന്നിൽ കാണുന്ന ഈ ഒരു കുരങ്ങനെ വെച്ച് ബാക്കിയുള്ള എല്ലാവരും തിരിഞ്ഞിക്കുക. അതായത് നമുക്ക് പെട്ടെന്ന് ഇവിടെ ചെന്നിട്ട് ഈ ഡോർ അങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇവിടെ തന്നെ നമുക്കൊരു സേഫ്റ്റി ആക്കാൻ വേണ്ടി പറ്റും. ഏതായാലും ഈ ഡോറിന്റെ കയ്യിലുണ്ട്. ഇതേതായാലും ഇത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് അവിടെ പോയിട്ട് അടച്ചു കിടക്കാം. ഒമ്മേൻ എന്തേലൊക്കെ സംഭവിക്കും. ഓക്കെ, ഏതായാലും ഇത് പെട്ടെന്ന് ചെന്നിട്ട് ഈ ഡോർ അങ്ങോട്ട് അടക്കണം. അപ്പോൾ ഈ ഡോർ ഏതായാലും നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നൈസിൽ പോയിട്ട് ആ കാണുന്ന ആ ഒരു കുരങ്ങനെ നമുക്ക് തട്ടി അങ്ങോട്ട് ഇടേണ്ടി വരും. എടാ അല്ലാതെ വേറെ മാർഗല്ലടാ. ഓക്കെ, ഏതായാലും റെഡി 1 2 3. എടാ ഷിൻചാനെ ചോപ്പേ നിങ്ങൾ പറ്റുകയാണെങ്കിൽ സഹായിക്കാൻ വരണം. പക്ഷെ മറ്റൊരു കുരങ്ങനും കാണാൻ പാടില്ല. ഓ മൈ ഗോഡ്, ഏതായാലും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെന്നേക്കാം. റെഡി 1 2 3. ഇന്നാ പിടിച്ചോ. ഓക്കെ, നമ്മളേതെല്ലാം അതിനെ അടിച്ചിട്ടുണ്ട്. എടാ ഷിൻചാൻ ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇവിടെ ഏതായാലും ഒളിച്ചു നിൽക്ക്. ഫ്രാങ്കലണ്ണ ഇവരാരും കണ്ടിട്ടില്ല എന്നാ തോന്നുന്നത്. നൈസിൽ കൊണ്ടുവന്ന് മറക്കത്. A few moments later. ഫൈനലി നമ്മളേതായാലും ആ ഒരു ഡോർ വെച്ചിട്ടുണ്ട്. എടാ ഇനി ഈ കുരങ്ങനെ നമ്മുടെ ബോർഡറിലാടാ. അതായത് ഇപ്പൊ നമ്മൾ 2 ബോർഡർ ഉണ്ടാക്കിയ പോലെയായി. അത് കുരങ്ങന്മാരുടെ ബോർഡറും ഇത് നമ്മുടെ ബോർഡറും. അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന വാതിൽ ലോക്ക് ചെയ്യണം. പിന്നെ താഴത്തെ ഒരു എൻട്രൻസും എല്ലാം മറക്കാൻ പറ്റണം. ഷിൻചാനെ ചോപ്പ വാടാ. നമ്മളേതായാലും അപ്പോൾ അവിടെയും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതായാലും ഇവിടുത്തെ ഡോറും കൂടി നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പ്രശ്നങ്ങളൊക്കെ തീരും. ഓടടാ. അപ്പോൾ നമുക്ക് ഏതായാലും പെട്ടെന്ന് പോയിട്ട് ഇവിടുത്തെ വാതിലായിട്ട് കുറ്റിയിട്ടേക്കാം. ഇല്ലെങ്കിൽ ഏതായാലും കുരങ്ങന്മാർ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏതായാലും പതുക്കെ ഏതെങ്കിലും ഒരു കുരങ്ങ്. ഓ വെയിറ്റ്, എടാ ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ടാ. ഏതായാലും പെട്ടെന്ന് ഇത് അങ്ങോട്ട് ലോക്ക് ചെയ്യട്ടെ. ഏതായാലും ഈ ഡോറും കൂടി ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഏതായാലും ആ വൈക്കൂടെ ആരും വരൂല. ഇനി താഴത്ത് കൂടി മറക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മളേതായാലും ഇവിടെയും കൂടി നമ്മൾ അടച്ചിട്ടുണ്ട്. ഇനി ഏത് കുരങ്ങന്മാർ നമ്മുടെ വീട്ടിലേക്ക് കയറൂല എന്ന് പ്രതീക്ഷിക്കാം. എടാ ഈ ചിമ്പുകളാണ്, ഇവർക്കാണ് പ്രശ്നം. സാധാ കുരങ്ങന്മാരാണ് ഇങ്ങനെയൊന്നും ചെയ്യൂല. പക്ഷെ ഈ ചിമ്പുകൾക്ക് ആൾക്കാരെ കൊല്ലണം എന്നുള്ളൊരു ചിന്തയാണ്. എടാ അതുകൊണ്ടാണ് ഇങ്ങനെ കയറി വരാൻ സാധ്യത. എടാ ഷിൻചാനെ ചോപ്പേ വാടാ. നമുക്ക് എന്തായാലും ടെറസിന്റെ മേലെ പോയിട്ട് നമ്മുടെ ചിമ്പുകൾ ഇപ്പൊ തന്നെ അവിടെ ഉണ്ടോ എന്ന് നോക്കി നോക്കാം. നമ്മുടെ വീട്ടിന്റെ ചുറ്റിലും വട്ട ഇട്ട പോലെയാണ് ഇവർ പെരുമാറുന്നത്. ഏതായാലും പെട്ടെന്ന് ടെറസിന്റെ മേലെ കയറാം. മൈ ഗോഡ്, അപ്പൊ നമ്മൾ എന്തായാലും ടെറസിന്റെ മേലെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയമാണ് ഈ വൈകുന്നേരമായി. അപ്പൊ നമുക്ക് ഏതായാലും പെട്ടെന്ന് ചെലോവേ. എടാ ഒരു ചിമ്പല്ലടാ അവിടെ നിൽക്കണത്. എടാ ഒരു ചിമ്പാൻസി അല്ലടാ അവിടെ നിൽക്കണത്. നമുക്ക് എന്തായാലും നൈസിൽ അവനെ അങ്ങോട്ട് തട്ടിയിട്ടേക്കാം. ഓക്കെ, ഇവൻ കാണാൻ പാടില്ല. ഇന്നാ പിടിച്ചോ. ഓക്കെ, അപ്പോൾ വേറൊരു കുരങ്ങും ഇത് കണ്ടിട്ടില്ല എന്ന് പ്രതീക്ഷിക്കാം. എടാ ഷിൻചാൻ ഇങ്ങോട്ട് വാടാ. ഇവന്മാര് കണ്ടു കഴിഞ്ഞാൽ സീനാണ്. ഇവന്മാര് കണ്ടു കഴിഞ്ഞാൽ കൂട്ടപ്പാടയായിട്ട് വരും.
അത് നമ്മളെ തീർക്കാനായിട്ട്. നമുക്ക് ഏതായാലും പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് നോക്കാം എത്രത്തോളം ചിമ്പ് നമ്മുടെ വീട്ടിന്റെ മുന്നിലുണ്ടെന്ന് പോയി നോക്കാം. ഓ മൈ ഗോഡ്, എത്രങ്ങാനുമാടാ ഇവിടെ ഉള്ളത്. എന്റെ മോനെ അത് നോക്കടാ. ഓ മൈ ഗോഡ്, എത്രത്തോളം ചിമ്പാടാ നമ്മുടെ വീട്ടിന്റെ മുന്നിലുള്ളത്. അടച്ചാൻ അതിന്റെ തൊള്ളേക്ക് പോകണ്ട, ഇവർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഓ മൈ ഗോഡ്, അപ്പോൾ എത്രങ്ങാനും ചിമ്പാടാ ഉള്ളത്. ഇത് കാണുമ്പോൾ തന്നെ എന്നെ കടിക്കും എന്നൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. ഈ ചിമ്പുകളാണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്, അതാണ് മെയിൻ പ്രശ്നം. നമ്മളെന്തായാലും 2 ഭാഗം അടച്ചതുകൊണ്ട് കുഴപ്പമില്ല. Later. ഓ മൈ ഗോഡ്, എന്താടാ ഇത്? മനുഷ്യൻ നിൽക്കണ പോലെ ഒരു ചിമ്പലടാ നിൽക്കണ്. ഇടശിച്ചാനെ ഏതായാലും ഇവനെ നൈസിൽ തള്ളിയിട്. താഴത്തേക്ക് പോടാ ചിമ്പാൻസി. ഓക്കെ, നമ്മളേതായാലും അവനെ തട്ടിയിട്ടിട്ടുണ്ട്. എൻ്റെ മോനെ, നമ്മൾ നമ്മുടെ സുരക്ഷയ്ക്കായിട്ട്